ثم عندنا أمثلة هنا. ثم حول الجمل الآتية على غرارها مستعمل اسم التفضيل. അപ്പോൾ ഈ അംസില ഉദാഹരണങ്ങളെപ്പോലെ അതിൻ്റെ താഴെയുള്ളത് ഇതേപോലെ മാറ്റാനാണ്. ഇനി ഹുന മുഹമ്മദുൻ താലിബുൻ ഹസനുൻ. മുഹമ്മദ് നല്ല വിദ്യാർത്ഥിയാണ്. മുഹമ്മദുൻ അഹ്സനു താലിബിൻ ഫിൽ ഫസ്ലി. ഇനി അവനാണ് ഏറ്റവും ക്ലാസ് മുറിയിൽ ഏറ്റവും ഉത്തമമായ വിദ്യാർത്ഥി. അപ്പം ഇതും ഇസ്മു തഫ്ദീലാണ്. പക്ഷേ ഇത് അഹ്സനു താലിബ് യാനി അലൽ ഇത്ലാഖ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യല്ല. ക്ലാസ് റൂമിൽ ഏറ്റവും ഉത്തമമായത് അവനാണെന്നുള്ള രീതിയിൽ. അപ്പം അവിടെ മുദാഫിലേറ്റ് പറയും അഹ്സനു താലിബിൻ ഫിൽ ഫസ്ലി എന്നുള്ള. ഹാദാ ബൈത്തുൻ ജമീലുൻ ഹാദാ അജ്മലു ബൈത്തിൻ ഫി ശാരിഇ. ഇത് എന്താണ് ഭംഗിയുള്ളൊരു വീടാണ്, ഇതാണ് ഏറ്റവും ഭംഗിയുള്ള വീട്. ഈ ഒരു സ്ട്രീറ്റിൽ അല്ലെങ്കിൽ ഈ റോഡിൽ ഏറ്റവും ഭംഗിയുള്ള വീട് ഇതാണ്. ഹാദാ അജ്മലു ബൈത്തിൻ ഫി ശാരിഇ. ثم آمنة طالبة صغيرة. آمنة أصغر طالبة في المدرسة. ആമിന ചെറിയ വിദ്യാർത്ഥിനിയാണ്. ആമിനയാണ് സ്കൂളിലെ ഏറ്റവും ചെറിയ വിദ്യാർത്ഥിനി. ഇവിടെ ഹാദിഹി ഖുർഫത്തുൻ സഗീറത്തുൻ. പിന്നെ ഇവിടെ അപ്പോൾ ഇത് ചെറിയൊരു മുറിയാണ്. അപ്പോൾ ഇവിടെ ഹാദിഹി അസ്ഗറു ഖുർഫത്തിൻ ഫി ബൈത്തിന എന്ന് പറയും. ഹാദിഹി അസ്ഗറു ഖുർഫത്തിൻ ഫി ബൈത്തിന. ഇതാണ് നമ്മളെ വീട്ടിലെ ഏറ്റവും ചെറിയ മുറി. ബിലാലുൻ ലായിബുൻ ഹസനുൻ. ബിലാൽ നല്ല ഒരു കളിക്കാരനാണ്. അപ്പോൾ ബിലാലുൻ അഹ്സനു ലായിബിൻ. കാരണം ലായിബുൻ ഹസൻ എന്നാണ്, അതങ്ങനെ മാറ്റും. ഹസൻ എന്നുള്ളത് ഹസനിൻ്റെ ഇസ്മു തഫ്ദീൽ എടുക്കുക, അതിവിടെ വെക്കുക. അഹ്സനു പിന്നെ ലായിബ് എന്നുള്ളതായി മുദാഫിലേഹിയായി മാറും. അഹ്സനു ലായിബിൻ ഫി ഫരീഖിന. ഞങ്ങളുടെ ടീമിലെ ഏറ്റവും ഉത്തമമായ കളിക്കാരൻ ബിലാലാണ്. യാസിറുൻ റജുലുൻ ഫഖീറുൻ. യാസിർ ദരിദ്രനായ ഒരു മനുഷ്യനാണ്. അപ്പം യാസിറുൻ അഫ്ഖറു റജുലിൻ ഫി ഖറിയത്തിന. ഫഖീർ എന്നുള്ളത് എന്ത് ചെയ്യും? നമ്മൾ റജുലിൻ്റെ മുമ്പ് വരും, അഫ്ഖർ എന്ന് പറയും, എന്നിട്ട് അത് റജുൽ എന്നുള്ളത് മുദാഫിലേഹിയായി മാറും. ഹാദി സഅത്തുൻ റഖീസത്തുൻ. ഇത് വില കുറഞ്ഞ ഒരു വാച്ചാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറയും ഹാദിഹി അർഖസു സാഅത്തിൻ ഫി സൂഖി. ഹാദിഹി അർഖസു സാഅത്തിൻ ഫി സൂഖി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? റഖീസ എന്നുള്ളത് ഇവിടെ സാഅത്തിന് മുമ്പിൽ വരും. അർഖസു സാഅത്തിൻ ഫി സൂഖി. ഹാദ ദർസു സഹ്ലുൻ. ഇത് വളരെ എളുപ്പമുള്ള ഒരു പാഠമാണ്. ഹാദ അസ്ഹലു ദർസിൻ ഫിൽ കിതാബി. ഇതാണ് പുസ്തകത്തിലെ ഏറ്റവും എളുപ്പമായ ദർസ് പാഠം. അദ്ദുക്തൂർ സക്കരിയ തബീബുൻ ഷഹീറുൻ. ഡോക്ടർ സക്കരിയ വളരെ പ്രസിദ്ധനായ ഒരു ഡോക്ടറാണ്. അപ്പോൾ ഇവിടെ അദ്ദുക്തൂർ സക്കരിയ അഷ്ഹറു തബീബിൻ ഫി ബലദിന. ഷഹീർ എന്നുള്ളത് അഷ്ഹർ എന്ന് പറയും, എന്നിട്ട് അതിനെ മുദാഫിലിയാക്കും. അൽ അസ്ഹറു ജാമിഅത്തുൻ ഖദീമത്തുൻ. അൽ അസ്ഹറു ഖദീമിൻ്റെ ഇസ്മു തഫ്ദീലാണ്. അഖ്ദമു ജാമിഅത്തിൻ ഫിൽ ആലമി. അസ്ഹറാണ് ഏറ്റവും പഴയ ജാമിഅ, യൂണിവേഴ്സിറ്റി ലോകത്തിൽ. അൽ ഉസ്താദ് നുഅ്മാനു മുദരിസുൻ ഹസനുൻ. ഉസ്താദ് നുഅ്മാൻ നല്ലൊരു അധ്യാപകനാണ്. അൽ ഉസ്താദ് നുഅ്മാനു അഹ്സനു മുദരിസിൻ ഫിൽ മദ്രസ. ഉസ്താദ് നുഅ്മാനാണ് ഏറ്റവും ഉത്തമമായ അധ്യാപകൻ സ്കൂളിൽ. ഹാദ ദർസുൻ സഅബുൻ. അപ്പോൾ ഇവിടെ പറയും ഹാദ അസ്അബു ദർസിൻ ഫിൽ കിതാബി. ഇതാണ് പുസ്തകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കഠിനമായ പാഠം പുസ്തകത്തിൽ. ഹാദ ഫസ്ലു വാസിഉൻ. ഇതാണ് ഇത് വലിയ അല്ലെങ്കിൽ ഇത് വാസിയ എന്ന് പറയുമ്പം വളരെ വലുപ്പമുള്ളൊരു ക്ലാസ് റൂമാണ്. ഹാദ ഔസഉ ഫസ്ലിൻ ഫിൽ കുല്ലിയ. ഇതാണ് ഏറ്റവും വലുപ്പം കൂടിയ വിശാലമായ ക്ലാസ് മുറി ഫിൽ കുല്ലിയ, ഫാക്കൽറ്റിയിൽ അല്ലെങ്കിൽ കോളേജിൽ എന്ന് പറയാം. السؤال السادس. ആറാമത്തെ ചോദ്യം. اقرأ المثالين. ഈ രണ്ട് മിസാലുകൾ വായിച്ചിട്ട് ثم اربط بين كل جملتين فيما يلي مستعملا لكن. ലാക്കിന ഉപയോഗിച്ച് രണ്ട് ഈ ജുംലകളെയും ഒരുമിച്ച് ചേർക്കാനാണ്. വഅലം അന്ന ലാക്കിന മിൻ അഖവാതി ഇന്ന. ലാക്കിന എന്ന് പറയുന്നത് ഇന്നയുടെ അഖവാത്തിൽപ്പെട്ടതാണ്. ഹസനൻ. ആദ്യത്തെ എക്സാമ്പിൾ അത്തുല്ലാബു കഥീറുൻ അൽ ഫസ്ലു സഗീറുൻ. വിദ്യാർത്ഥികൾ കൂടുതലാണ്, കഥീർ, പക്ഷേ അൽ ഫസ്ലു സഗീർ എന്താണ് ക്ലാസ് മുറി ചെറുതാണ്.
അത്തുല്ലാബു കസീറുൻ ലാക്കിൻ അൽ ഫസ്ല സഗീറുൻ. വിദ്യാർത്ഥികൾ കൂടുതലാണ് പക്ഷേ ക്ലാസ് മുറി ചെറുതാണ്. അപ്പോൾ ലാക്കിന്ന എന്ന് പറയുന്നത് എന്താണ്? അത് പക്ഷേ എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ്. ജമീൽ അതിന് എന്താണ്? ഹർഫു അൽ ഇസ്തിദ്റാഖ് എന്ന് പറയും. ഇസ്തിദ്റാഖ് എന്ന് പറയുമ്പം സാധാരണ ലാക്കിന്നയുടെ മുമ്പുള്ളത് അതിൻ്റെ ഒരു വിപരീതമായിട്ടുള്ള രീതിയിലാണ് അതിനുശേഷം വരുന്നത്. മസലൻ അത്തുലാബ് കസീർ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ കുറയാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെ മനസ്സിലോട്ട് എന്താണ് വരുന്നത്? ഓക്കെ, ക്ലാസ് മുറി വലുതാവുന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പം അതിന് വിപരീതമായിട്ടുള്ളൊരു സംഭവമാണ് അതിന് ശേഷം വരുന്നത്. അതാണ് ഹർഫുൽ ഇസ്തിദ്റാഖ് എന്നതിന് പറയുന്നത്. അത് എന്നയുടെ അഖവാത്തിൽപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ലാക്കിനക്ക് ശേഷം വരുന്ന അതിൻ്റെ ഇസ്മിനെ മൻസൂബ് ചെയ്യപ്പെടുകയും അതിന് ശേഷമുള്ള വാക്ക് അതിനെ മർഫൂ ചെയ്യപ്പെടുകയും ചെയ്യും. ഇസ്മു ലാക്കിന്ന മൻസൂബും വഖബറുഹു മർഫൂഅ. ഹാമിദ് മുജ്തഹിദുൻ സദീഖുഹു കസ്ലാനു. ഹാമിദ് അധ്വാനിക്കുന്നവനാണ്. സദീഖു കസ്ലാമിൻ്റെ സുഹൃത്ത് മടിയനാണ്. അപ്പോൾ ഇവിടെ ഇസ്തിദ്റാഖ് എന്താണ്? ഹാമിദ് മുജ്തഹിദുൻ ലാകിന്ന സദീഖഹു കസ്ലാനു. ഹാമിദ് അധ്വാനിക്കുന്നവനാണ് പക്ഷെ അവൻ്റെ സുഹൃത്ത് മടിയനാണ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു അധ്വാനിക്കുന്ന ഒരു താലിബിന് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അവൻ്റെ സുഹൃത്തുക്കളും അങ്ങനെയാണ് ഉണ്ടാവാറ്. പക്ഷെ ഇവിടെ ലാകിന്ന സദീഖഹു കസ്ലാൻ അതിന് വിപരീതമായി വന്നു. അതേപോലെ തന്നെ മുഹമ്മദുൻ തവീലുൻ ലാകിന്ന ഹാമിദൻ ഖസീറുൻ. മുഹമ്മദ് പൊക്കമുള്ളവനാണ് പക്ഷെ ഹാമിദ് പൊക്കം കുറഞ്ഞവനാണ്. ആമിനത്തു മുജ്തഹിദത്തുൻ ലാകിന്ന ഉഖ്തഹ കസ്ല. ആമിന അധ്വാനിക്കുന്നവളാണ് പക്ഷെ അവിടെ സഹോദരി മടിയത്തിയാണ്. കസ്ല എന്ന് പറയുമ്പോൾ കസ്ലാനിൻ്റെ മുഅന്നസാണ്. ഇത് നമ്മൾ മുമ്പത്തെ പാഠങ്ങൾ പഠിച്ചതാണ്. അത് മദീന ബുക്ക് 1 എനിക്ക് തോന്നുന്നു. അപ്പോൾ സ്ത്രീകളോട് പറയുമ്പോൾ മുഅന്നസിനായി പറയുമ്പോൾ കസ്ല എന്ന് പറയണം, കസ്ലാനു എന്നല്ല. അത് കസ്ലാൻ എന്നുള്ളത് മുദക്കറിനും കസ്ല എന്നുള്ളത് മുഅന്നസിനാണ്. അത് ദർസു തവീലുൻ ഹുവ സഹ്ലുൻ. ത്വയ്യിബ്. ഇവിടെ ഈ പാഠം വലുപ്പമുള്ളതാണ്, അത് എളുപ്പമുള്ളതാണ്. അപ്പോൾ എങ്ങനെ പറയും? ഹാദ ദർസു തവീലുൻ ലാകിന്നഹു സഹ്ലുൻ. നഅം, ലാകിന്നഹു സഹ്ലുൻ. ഈ പാഠം വലുപ്പമുള്ളതാണ്. ലാകിന്നഹു സഹ്ൽ, പക്ഷെ അത് എളുപ്പമുള്ളതാണ്. സയ്യാറത്തി ഖദീമത്തുൻ ഹിയ ഖവിയ്യത്തുൻ. സയ്യാറത്തി ഖദീമത്തുൻ ലാകിന്നഹ ഖവിയ്യത്തുൻ. എൻ്റെ വാഹനം പഴയതാണ് പക്ഷെ അത് നല്ല ശക്തിയുള്ളതാണ്. സാധാരണ പഴയതാണെന്ന് പറയുമ്പം അത് ദുർബലമായ ഒരു കാറാണെന്ന് വിചാരിച്ചു പോവാം. അപ്പം ലാകിന്നഹ ഖവിയ്യത്തുൻ. അഖി മുതസവ്വിജുൻ അന അസബുൻ. എൻ്റെ സഹോദരൻ വിവാഹിതനാണ്, വിവാഹം കഴിച്ചവനാണ്. ലാകിന്നി അസബുൻ, പക്ഷെ ഞാൻ അസബാണ്, ബാച്ചിലറാണ്. ഇബ്രാഹിമു ഫഖീറുൻ അമ്മുഹു ഗനിയുൻ ജിദ്ദൻ. ഓക്കെ, ഇബ്രാഹിം ദരിദ്രനാണ്. ലാകിന്ന അമ്മഹു ഗനിയുൻ ജിദ്ദൻ, പക്ഷെ അവൻ്റെ അവൻ്റെ അങ്കിള് വളരെ ധനികനാണ്. ബൈതുക ജമീലുൻ ജിദ്ദൻ ലാകിന്നഹു സഗീറുൻ. എൻ്റെ വീട് വളരെ ഭംഗിയുള്ളതാണ് പക്ഷെ അത് ചെറുതാണ്.